സർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണെന്ന്. പക്ഷേ ഈ LDF യോഗം നടന്നപ്പോൾ CPIയിൽ നിന്ന് ആരും പ്രതിപക്ഷ ഉപനേതാവ് ആവണമെന്ന് ആവശ്യപ്പെട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. എന്താണ് സാർ അപ്പൊ പുതിയ ഒരു രീതി? എന്താണ് അവർക്ക് വേണ്ട ഉപനേതാവ് സ്ഥാനം? CPI ഇങ്ങനെയൊക്കെ തന്നെ, അത് ഇങ്ങനെ അവസാനിക്കുകയും. CPI എന്തായിരുന്നു ഇടയ്ക്ക് വലിയ അങ്ങ് ചാട്ടമല്ലായിരുന്നു. ഇപ്പം സഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം, തന്നേ തീരൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ആഞ്ഞ് ഇവരൊന്ന് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, CPM ഒന്ന് നോക്കിയാൽ CPI ഇല്ല. CPIക്ക് പറയുമ്പോൾ അതിനകത്തൊരു ചങ്കൂറ്റം ഇല്ലാതായി തീർന്നു. CPI ഇല്ലാതായി കഴിഞ്ഞു. CPMന് മുമ്പേ തന്നെ തീരും. CPM തീരുന്നു, അതിനും മുമ്പേ ഒരു ദിവസം മുമ്പേ CPIയും തീരും. അപ്പൊ CPM എന്ന് പറയുന്ന വലിയ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു ചെറിയ ഒരു ചെടി മാത്രമാണ് CPI. അതിനെ വളരാൻ പണ്ടും അനുവദിച്ചിട്ടില്ല. CPIയുടെ നേരെ എന്നും കൊമ്പ് കോർത്തിട്ടേ ഉള്ളൂ. വേണ്ട സ്ഥാനമാനങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. കാനം രാജേന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴും പല കാര്യങ്ങളിലും CPMന്റെ നേരെ കൊമ്പുപോകും. അത് കഴിഞ്ഞ് കാണാം, ഒരു ദിവസം AKG സെന്ററിൽ നിന്ന് വരുമ്പോൾ എല്ലാം അങ്ങോട്ട് പോകുന്നതും കാണാം, തിരിച്ചു വരുമ്പം പത്തി മടക്കി വരുന്നതും കാണാം. ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതാണ് CPIയുടെ. അപ്പൊ കഴിഞ്ഞ ദിവസം കൂടിയ മുന്നണി യോഗത്തിൽ ഇത് അങ്ങോട്ട് വെച്ചില്ല എന്നുള്ളത്, ചോദിച്ചില്ല. അത് TP രാമകൃഷ്ണനോട് ചോദിച്ചപ്പോഴും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തിരിച്ച് ചൂടാകുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇവര് മുന്നണിയിൽ വേണം ഉന്നയിക്കേണ്ടത് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. CPI എന്തായിരുന്നു, ഈ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിനകത്ത് വലിയ ആവേശത്തോടുകൂടി പ്രസംഗിക്കുകയും CPMനെ തിരുത്താൻ ചെല്ലുകയും ഒക്കെ ചെയ്തല്ലോ. CPMന്റെ ഈ PM ശ്രീയിൽ ഒപ്പിട്ടത് പിൻവലിക്കണം, അതുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയല്ലോ. അതേ ആവേശം ഇപ്പോൾ ഇതിന്റെ കാര്യത്തിൽ എന്താ കാണിക്കാത്തത്? CPIക്ക് എന്നും ഇവരുമായിട്ടുള്ളതിൽ നഷ്ടക്കച്ചവടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവർക്ക് യാതൊരു നേട്ടവും ഇല്ല. MM മണിയെ പോലുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ വേണ്ട തരത്തിലുള്ള ചവിട്ടും അടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഡൽഹിയിലുള്ള ആനി രാജയെ പോലും വളരെ മോശമായ രീതിയിലല്ലേ ഈ MM മണിയൊക്കെ സംസാരിച്ചത്. അപ്പൊ എന്താണ്, CPIക്ക് ഇത്തിരി അംഗബലം കുറഞ്ഞു എന്ന് വിചാരിച്ച് അവരുടെ നേരെ എന്തും ആകാമെന്നുള്ളതാണ്. CPIയിലൊക്കെ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. CK ചന്ദ്രപ്പനെ പോലുള്ളവരൊക്കെ എത്ര ഇതായിട്ടാണ്, തൻ്റെ ഇടത്തോടു കൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. CK ചന്ദ്രപ്പനെ ആ മുണ്ടും മടക്കി കുത്തി ഒരു വരവ് വന്നാലുണ്ടല്ലോ, അതൊരു ഒരു വരവ് തന്നെയാണ്. CPM ഒക്കെ വിറയ്ക്കുമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ 2016 മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന CPIയുടെ മന്ത്രിമാരെ മുഴുവൻ ചവിട്ടിത്താഴ്ത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ മന്ത്രിസഭയിൽ കൃഷിമന്ത്രി ഉണ്ടായി, കൃഷിവകുപ്പും ഭക്ഷ്യവകുപ്പും ഒക്കെ കൊടുക്കുന്നത് ഇവർക്ക് തന്നെയാണ്. ഭക്ഷ്യവകുപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ നേട്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഭക്ഷ്യവകുപ്പ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സപ്ലൈകോ വഴിയാണ്. സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരിടമാണ്. ഇന്ന് സപ്ലൈകോ നോക്കെ ഓണത്തിനോടെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ. പിണറായി വിജയന്റെ കാലത്ത് കണ്ണൂരോ കോഴിക്കോട് ഭാഗത്ത് വടക്കുള്ള ഒരാള് സപ്ലൈകോയില് ഏതോ സാധനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ബോർഡ് വെച്ചു. കടയാവുമ്പോൾ അവിടെ ബോർഡ് വെക്കും, ഇന്ന ഓരോ സാധനത്തിന്റെയും വില വിവര പട്ടികയും, ഇന്ന സാധനം സ്റ്റോക്കില്ല എന്ന്. ആ സബ്സിഡി 13 സാധനങ്ങൾക്ക് സബ്സിഡി ഉണ്ട്. ഈ സബ്സിഡിയുള്ള ഏതോ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇല്ല എന്ന് ബോർഡ് വെച്ചതിന്റെ പേരിൽ സസ്പെൻഷൻ കൊടുത്തു പിണറായി വിജയന്റെ ഭരണകാലത്ത്. VD സതീശൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സസ്പെൻഷൻ പിൻവലിച്ച് ജോലി കയറി. പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു അത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സപ്ലൈകോ തുടങ്ങിയത് ആരാണ്? ചന്ദ്രശേഖരൻ നായരാണ്. ഈ ചന്ദ്രശേഖരൻ നായരാണ് CPIയില് മാവേലി സ്റ്റോർ എന്ന് പറഞ്ഞു തുടങ്ങിയ സാധാരണ ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ട
കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ അംഗീകാരം നേടിയ ഒരു ഔട്ട്ലെറ്റാണ് ഈ മാവേലി സ്റ്റോർ എന്ന് പറയുന്നത്. അത് പിന്നീട് എല്ലായിടങ്ങളിലും ആയി. ഇപ്പൊ നോക്കുക, ഓണത്തിന് നാളുകൾക്ക് മുമ്പ് തന്നെ 13 സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ഈ സപ്ലൈകോയിൽ സാധനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഓണത്തിന് പ്രത്യേക പാക്കേജോടുകൂടിയ കിറ്റുകളെ ഒക്കെ തന്നെ സമർത്ഥമായി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവർ സപ്ലൈകോയിലൊക്കെ കുറെ കടമുണ്ടാക്കിയിട്ടിട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ CPIക്ക് അവരുടെ വകുപ്പ് പ്രധാനപ്പെട്ടവർ കൈയാളിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ പോലും ഇപ്പോൾ വളരെ അവരുടെ ആ ഇമേജ് ഒക്കെ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. അപ്പൊ CPI പൊതുവെ അങ്ങ് താഴോട്ടങ്ങ് പോയി എന്നുള്ളതാണ്. CPIക്ക് എന്താ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പൊ തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭയിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു. അവിടെ നിന്നത് LDFിലെ CPIയുടെ മണ്ഡലവും നേരത്തെ CPIയുടെ സീറ്റുമായിരുന്നത്. അവിടെ CPIയുടെ കയ്യിൽ നിന്ന് പോയില്ലേ അത് സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ? ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം ഇക്കുറി BJP ആണ് വിജയിച്ചത്. അത് CPIയുടെ കയ്യിലുണ്ടായിരുന്നു. CPIക്കാണ് നഷ്ടം. തിരുവനന്തപുരത്ത് വിജയം കോൺഗ്രസിനാണെങ്കിൽ പോലും തൊട്ടടുത്ത് നിൽക്കുകയാണ് BJP. വിജയത്തോളം എത്തുന്ന പരാജയമാണ് നേടിയിട്ടുള്ളത്. CPI ഇവിടെ അങ്ങ് താഴേക്ക് പോയി, 3-ാം സ്ഥാനത്ത്. ഒരു കാലത്ത് CPIയിലെ വമ്പന്മാർ വിജയിച്ചു കൊണ്ടിരുന്ന പാർലമെന്റ് മണ്ഡലമായിരുന്നു ഇത്. നമ്മുടെ യഥാർത്ഥ സാക്ഷാൽ MN ഗോവിന്ദൻ നായർ, PK വാസുദേവൻ നായർ, KV സുരേന്ദ്രനാഥ് എന്ന് വിളിക്കുന്ന ആശാൻ ഒക്കെ വിജയിച്ചു നിന്ന മണ്ഡലമായിരുന്നു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം. അത് കളഞ്ഞു കുളിച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ച് 3-ാം സ്ഥാനത്ത് അങ്ങ് താഴെ തട്ടിൽ പോയത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യന് മത്സരിക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. പന്ന്യന് അറിയാം ഈ രണ്ട് പ്രഗത്ഭന്മാരുടെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങി പോകുമെന്നത്. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരന്റെ ഇടയിൽ. രാജീവ് ചന്ദ്രശേഖർ വിജയത്തിലേക്ക് കുതിച്ചു കഴിഞ്ഞ് ഇപ്പോഴും BJPക്ക് നോട്ടമുള്ള കേരളത്തിലെ ഏക മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തൃശ്ശൂരിനേക്കാൾ മുമ്പ് വിജയിക്കുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് പ്രധാനമായിട്ട് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ CPIക്ക് കൊടുത്തിരുന്നത് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് പിന്നൊന്ന് വയനാടാണ്. വയനാട് ഒരിക്കലും കോൺഗ്രസ് അല്ലാതെ ആരും ജയിക്കത്തില്ല. അവിടെ കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും അവിടുന്ന് ജയിക്കും. കാരണം അവിടെ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ്. പിന്നെ ഉള്ളത് മാവേലിക്കര. മാവേലിക്കരയില് കൊടിക്കുന്നിലിന്റെ അമ്മ പ്രസവിച്ചിട്ട നാൾ മുതൽ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയോട്ട് ആർക്കും മാറി കൊടുക്കത്തില്ല. തൻ്റെ ജീവിതാവസാനം വരെ അവിടെ തന്നെയാണെന്നും പറഞ്ഞ് അത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇത്തവണ CPIക്ക് കൊടുത്ത സീറ്റ് വിജയിക്കുമെന്നാണ്. പക്ഷെ CPIക്ക് വേണ്ടി പ്രവർത്തിക്കാൻ CPIക്കാർ ഇറങ്ങത്തില്ല. അപ്പോൾ മൊത്തത്തിൽ എപ്പോഴും ഈ കച്ചവടത്തിനകത്ത്, തെരഞ്ഞെടുപ്പ് കാലത്തെ കച്ചവടത്തിൽ CPI തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. അവർക്കാണ് നഷ്ടമുണ്ടാകുന്നത്, അവരെ പറ്റിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, പിണറായി വിജയന്റെ അടുക്ക പോയി ഓച്ചാനിച്ച് നിൽക്കത്തേ ഉള്ളൂ ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം ഒന്നും നേരെ ചോദിക്കത്തില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം, ഈ ഘട്ടത്തിലെങ്കിലും ചോദിക്കേണ്ടതാണ് സ്ട്രോങ് ആയിട്ട്. ഇവർക്ക് അല്ലെങ്കിൽ മാറിയിരിക്കാൻ വേറൊരു ബ്ലോക്കായിട്ട്. ഇവരിടഞ്ഞു നിന്ന സമയത്ത് പിന്നെ UDF വിളിച്ചത് അങ്ങോട്ടേക്ക് പോരെന്ന്. ഇനിയിപ്പോ അവിടെ ആരെയും വേണ്ട. ജോസ് കെ മാണി ഇങ്ങനെ കറങ്ങി നടന്നതാണ്. ഇനിയിപ്പോ അവരെയും വേണ്ട. അതുകൊണ്ട് ജോസ് കെ മാണി ഇനിയും BJPയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. NDA മുന്നണിയുടെ ഭാഗമാകും. പക്ഷെ ഇവിടെ CPI എന്ത് ചെയ്യണം? CPIക്ക് ഇനി വേറൊന്നിലേക്ക് പോകാൻ, CPMൽ നിന്ന് അടരുവാൻ വയ്യ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവരുടെ ചവിട്ടും കുത്തുമേറ്റ് കിടക്കുന്ന ഒരു പാർട്ടിയായിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് CPI. അതിൻ്റെ ഒരു പതനം കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ ഉപനേത സ്ഥാനത്തെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഇല്ലാത്തതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.